ഷോപ്പ് ഓപ്പൺ ആക്കിയതാണ്. അതായത് നമ്മൾ രാവിലെ സാധാരണ 9 മണിക്കൊന്ന് ഷോപ്പ് ഓപ്പൺ ആക്കി. അപ്പോഴാണ് നമ്മൾ സംഭവം അറിയുന്നത്. ക്യാഷ് കൗണ്ടറൊക്കെ വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫയലുകളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലൈറ്റ് ഇട്ട് നോക്കിയപ്പോഴാണ് ബാക്കിൽ സീലിംഗ് പൊളിച്ചിട്ടുള്ള പറഞ്ഞത്. അപ്പോൾ തന്നെ സാറിന് വിളിക്കായിരുന്നു, ഞങ്ങൾ ഓണർക്ക് വിളിക്കായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് പോലീസ് കംപ്ലൈൻറ്റ് ചെയ്ത് പിന്നെ കുറേ സാധനങ്ങൾ പോയിട്ടുണ്ട്. അതായത് നമ്മുടെ ഷർട്ട്, പാൻറ്റ്, ഇന്നർ വെയേഴ്സ്, മാക്സി അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇവിടുന്ന് പോയിട്ടുണ്ട്. പിന്നെ പോയിട്ടുള്ള ക്യാഷ് കുറച്ചുണ്ടായിരുന്നു, അത് പോയിട്ടുണ്ട്. ഒരു 4-5 ലക്ഷം റുപ്യയുടെ സ്റ്റോക്ക് പോയിട്ടുണ്ട് ഇവിടുന്ന്. അതായത് നമ്മൾ ഷർട്ട്, പാൻറ്റ് അങ്ങനെയായിട്ട് ഒരു 5 ലക്ഷം റുപ്യയുടെ അടുത്ത് സ്റ്റോക്ക് പോയിട്ടുണ്ട് സുമാർ. അപ്പോൾ അങ്ങനെ സാറിന് വിളിച്ചപ്പോൾ സ്റ്റേഷനിൽ പോയി അവർ കംപ്ലൈൻറ്റ് എടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. മൊഴി കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡാണ് വന്നിട്ടില്ല, ബാക്ക് സൈഡ് സീലിംഗ് പൊളിച്ചിട്ടുണ്ട്. അതുപോലെ മുകളിൽ സീലിംഗ് പൊളിച്ചിട്ടാണല്ല. അതിൽക്കൂടി ചവിട്ടി ഇറങ്ങിയിട്ടാണല്ലോ. അവിടെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അവിടുത്തെ ചവിട്ടി ഇറങ്ങിയത് തോന്നുന്നുണ്ട്. അപ്പോൾ ഗ്ലാസ് അവിടുത്തെ പൊട്ടിയിട്ടുണ്ട്. പൈസ കുറച്ച് പോയിട്ടുണ്ട്. പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിൽ ഡിവൈഎസ്പി ഓഫീസിന് സമീപത്തായി പ്രവർത്തിച്ചു വരുന്ന വിസ്മയ ടെക്സ്റ്റൈൽസിലാണ് കടയുടെ സീലിംഗ് പൊളിച്ച മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മോഷണം നടക്കുന്നത്. രാവിലെ ജീവനക്കാർ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം കടയുടമ അറിയുന്നത്. തുണിക്കടയുടെ സീലിംഗ് പൊളിച്ച് അകത്തുകടന്ന മോഷ്ടാവ് തുണിക്കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചു വച്ചിരുന്ന പണം മോഷ്ടിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്. ഈ പെട്രോളിന് നമുക്ക് എവിടുന്ന് കൊണ്ടുപോകണോ? നമുക്ക് മണാലിന്നോ ലഡാക്കി പോകുമ്പോൾ ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ 300 കിലോമീറ്റർ വരെ ഉണ്ട്. 300 കിലോമീറ്ററോ? ഈ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചുറ്റിനും മല, അതിന്റെ നടുവിലൂടെ നോക്കിയാ നോട്ടം കിട്ടാത്ത റോഡ്, അതിലൂടെ മുകളിൽ 2 ബുള്ളറ്റിൽ പോകുന്നത്. ഈ ഒന്ന് ഓർത്ത് നോക്കിയാടാ. എടാ ബസ്സിൽ കിട്ടാ ആക്സിഡന്റ് ഒന്ന് കൊടുത്ത വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു. മുറിച്ച് കളയണമെന്നാണ് കൊണ്ടുപോടത്തൊക്കെ പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽഷിഫെ കൊണ്ടുപോകാം. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.